ശാന്തി 5-10-2024. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിന്റ്സ്. മധുരമായ കുട്ടികളെ, ബാബ വന്നിരിക്കുകയാണ് നിങ്ങൾ കുട്ടികളെ കൊണ്ട് ദുഃഖധാമത്തെ സന്യസിപ്പിക്കുന്നതിന്. ഇതുതന്നെയാണ് പരിധിയില്ലാത്ത സന്യാസം. ദുഃഖിക്കുക എന്നത് പരധർമ്മമാണ്, അതായത് രാവണന്റെ ധർമ്മമാണ്. നമ്മൾ ആത്മാക്കളുടെ തനതായ ധർമ്മം അല്ലെങ്കിൽ നിജസ്ഥിതി എന്നത് ശാന്തിയാണ്, സുഖമാണ്, സന്തുഷ്ടതയാണ്. എന്നാൽ എപ്പോഴാണോ രാവണന്റെ പിടിയിൽപ്പെടുന്നത് അപ്പോഴാണ് ദുഃഖം നമ്മൾക്ക് ലഭിക്കുന്നത്. ആ ദുഃഖം കിട്ടി മുഴുവൻ ലോകവും ഇപ്പോൾ ദുഃഖധാമമായിരിക്കുകയാണ്. എന്നാൽ ബാബ മനസ്സിലാക്കിച്ചു തരികയാണ്, ഈ ദുഃഖം നമ്മുടെ സ്വന്തമായിട്ടുള്ളതല്ല, ഇത് പരധർമ്മമാണ്, നമ്മുടെ സ്വന്തമല്ല. ഈ ദുഃഖം എപ്പോൾ നമ്മൾ വിടുന്നുവോ അപ്പോഴാണ് ഇത് നമ്മളിൽ നിന്ന് പോകുന്നത്. നമ്മൾ വിടുന്നില്ല എന്നുണ്ടെങ്കിൽ ദുഃഖം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും. ദുഃഖധാമത്തെയും ദുഃഖത്തെയും നാം സന്യസിക്കുന്നു. ഇതിനെയാണ് പരിധിയില്ലാത്ത സന്യാസം എന്ന് പറയുന്നത്. ചോദ്യം: മറ്റുള്ള സന്യാസിമാരുടെ സന്യാസത്തിലും നിങ്ങളുടെ സന്യാസത്തിലുമുള്ള മുഖ്യ വ്യത്യാസം എന്താണ്? ഉത്തരം: ആ സന്യാസിമാർ വീടും മറ്റും വിട്ട് കാട്ടിലേക്ക് പോകുന്നു. എന്നാൽ നിങ്ങൾ വീടും മറ്റും വിട്ട് കാട്ടിലേക്ക് പോകുന്നില്ല. വീട്ടിലിരുന്നു കൊണ്ടും മുഴുവൻ ലോകത്തെയും മുള്ളുകാടാണെന്ന് മനസ്സിലാക്കുന്നു. നിങ്ങൾ ബുദ്ധി കൊണ്ട് മുഴുവൻ ലോകത്തിൻ്റെയും സന്യാസം ചെയ്യുന്നു. ലോകത്തിലും സന്യാസിമാരുണ്ട്, നമ്മൾ ബാബയുടെ കുട്ടികളുമുണ്ട്. ലോകത്തിലുള്ള സന്യാസിമാരും നമ്മൾ ബാബയുടെ കുട്ടികളും തമ്മിലുള്ള മുഖ്യ അന്തരമെന്നാൽ ലോകത്തിലുള്ള സന്യാസിമാർ വീടും കുടുംബവും വിട്ട് പോകുന്നു. കാട്ടിലേക്ക് പോയി ശാന്തമായ അന്തരീക്ഷത്തിലിരുന്ന് ഈശ്വരനെ ധ്യാനിക്കുന്നതിനുള്ള പരിശ്രമം നടത്തുന്നു. എന്നാൽ നമ്മൾ കുട്ടികൾ വീടും കുടുംബവും വിടുന്നില്ല. വീട്ടിലും കുടുംബത്തിലും തന്നെ ഇരുന്ന് എല്ലാത്തിനും നടുവിലിരുന്നു കൊണ്ടും നമ്മൾ ബാബയെ ഓർമ്മിക്കുന്നു. ബാബ നൽകുന്ന ജ്ഞാനത്തിനനുസരിച്ച് വീട്ടിലിരിക്കെ എല്ലാവരുടെയും കൂടെ നിൽക്കെ നാം മനസ്സുകൊണ്ട് പരിധിയില്ലാത്ത സന്യാസം ചെയ്യുന്നു. പരിധിയില്ലാത്ത സന്യാസം എന്നത് മുഴുവൻ ലോകത്തിൻ്റെയും സന്യാസമാണ്. മുഴുവൻ ലോകത്തിൻ്റെയും എന്നതിനർത്ഥം ശരീരബോധമാണ് നാം ത്യജിക്കുന്നത്. നമ്മുടെ പഴയ സ്വഭാവ സംസ്കാരങ്ങൾ, ദ്വാപര കലിയുഗങ്ങളിൽ നമ്മൾക്ക് ലഭിച്ചിട്ടുള്ള പരധർമ്മം, അവയാണ് നാം ഉപേക്ഷിക്കുന്നത്. ഇതിനെയാണ് പരിധിയില്ലാത്ത സന്യാസം എന്ന് പറയുന്നത്. ഈ പരിധിയില്ലാത്ത സന്യാസം നാം ബുദ്ധി കൊണ്ടാണ് ചെയ്യുന്നത്. എപ്പോൾ ഈ ജ്ഞാനം നമുക്ക് മനസ്സിലാകുന്നുവോ, ബുദ്ധിയിൽ നിശ്ചയം ഉറയ്ക്കുന്നുവോ, അപ്പോൾ നമ്മുടെ മനസ്സ് ഈ ലോകത്തിൽ നിന്നും ശരീരത്തിൽ നിന്നും മാറുന്നു, ഉപരിയാകുന്നു. ആത്മാബോധത്തിലും പരമാത്മാവിൻ്റെ ഓർമ്മയിലും ഇരിക്കുന്നു. ഇതിനെ തന്നെയാണ് പരിധിയില്ലാത്ത സന്യാസമെന്ന് പറയുന്നത്. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. സ്കോളർഷിപ്പ് എടുക്കുന്നതിന് ഗൃഹസ്ഥ വ്യവഹാരത്തിലിരിക്കെ കുറഞ്ഞത് 8 മണിക്കൂർ ബാബയെ ഓർമ്മിക്കുന്നത് അഭ്യസിക്കണം. ഓർമ്മയുടെ പരിശീലനത്തിലൂടെ മാത്രമേ പാപം നശിക്കുള്ളൂ, ഗോൾഡൻ ഏജ് സിംഹാസനം ലഭിക്കുള്ളൂ. 2. ഈ ദുഃഖധാമത്തോട് പരിധിയില്ലാത്ത വിരക്തി വെച്ച് തൻ്റെ യഥാർത്ഥ നിവാസസ്ഥാനമായ ശാന്തിധാമത്തെയും സുഖധാമത്തെയും ഓർമ്മിക്കണം. ദേഹാഭിമാനത്തിൽ വന്ന് ആർക്കും ദുഃഖം കൊടുക്കരുത്. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു, 8 മണിക്കൂർ ദിവസവും ബാബയെ ഓർമ്മിക്കുന്നതിനുള്ള പരിശ്രമം നടത്തണം. 8 മണിക്കൂർ ഓർമ്മിക്കുമ്പോഴാണ് സ്കോളർഷിപ്പ് എടുക്കുന്നതിന് യോഗ്യതയുള്ളവരാകുന്നത്. ഓർമ്മയുടെ പരിശീലനത്തിലൂടെയാണ് പാപം നശിക്കുന്നതും സ്വർണിമ യുഗത്തിലേക്ക്
യോഗ്യരായി മാറുന്നതും. അതിനാൽ ഓർമ്മയുടെ അഭ്യാസത്തിന് ശ്രദ്ധ കൊടുക്കണം. രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, ഈ ലോകം എന്നത് നമ്മുടെ സ്വന്തം ലോകമല്ല. നമ്മുടെ സ്വന്തം ലോകം ശാന്തിധാമവും സുഖധാമവുമാണ്. ഈ പരിധിയില്ലാത്ത ദുഃഖധാമത്തെ വിട്ട് പരംധാമത്തെയും സത്യയുഗത്തെയും ഓർമ്മിക്കണം. നമ്മൾ ഒരിക്കലും ആർക്കും ദുഃഖം കൊടുക്കരുത്. ശരീരബോധത്തിൽ വരുമ്പോഴാണ് ദുഃഖം കൊടുക്കുന്നത്. നാം ഒരിക്കലും ശരീരബോധത്തിൽ വരരുത്, ആർക്കും ദുഃഖം കൊടുക്കരുത്. വരദാനം: കർമ്മത്തിന്റെ കണക്ക് മനസ്സിലാക്കി തന്റെ അചലസ്ഥിതി ഉണ്ടാക്കുന്ന സഹജയോഗിയായി ഭവിക്കട്ടെ. നടക്കുമ്പോഴും തിരിയുമ്പോഴും കർമ്മ കണക്കുകൾ മുന്നിൽ വരുന്നുവെങ്കിൽ അതിൽ മനസ്സിനെ ഇളക്കരുത്, സ്ഥിതി മേൽക്കീഴാക്കരുത്. ശരി വന്നു, തിരിച്ചറിഞ്ഞു, ദൂരെ നിന്ന് തന്നെ സമാപ്തമാക്കണം. ഇനി യോദ്ധാവാകരുത്. സർവശക്തിവാനായ ബാബ ഒപ്പമുണ്ട് എങ്കിൽ മായയ്ക്കൊരിക്കലും ഇളക്കാൻ സാധിക്കില്ല. നിശ്ചയത്തിന്റെ ആധാരം പ്രാക്ടിക്കലിൽ കൊണ്ടുവരൂ. സമയത്ത് തിരഞ്ഞെടുക്കൂ, എങ്കിൽ സഹജയോഗിയായി തീരും. ഇനി നിരന്തര യോഗിയാകണം, യുദ്ധം ചെയ്യുന്ന യോദ്ധാവ് അല്ല. കർമ്മക്കണക്കുകൾ തീർച്ചയായും മുന്നിൽ വരും. ഇങ്ങനെ വരുമ്പോൾ മനസ്സിനെ ചഞ്ചലപ്പെടുത്തരുത്, വിഷമിച്ചു പോകരുത്, സ്ഥിതി മേൽക്കീഴാക്കരുത്. ദൂരെ നിന്ന് തന്നെ കർമ്മക്കണക്കെന്ന് മനസ്സിലാക്കി അവയെ സമാപ്തമാക്കണം. നിശ്ചയത്തെ കൃത്യസമയത്ത് ഓർത്ത് തിരഞ്ഞെടുത്ത് ജീവിതത്തിൽ കൊണ്ടുവരുന്നതിലൂടെ സഹജയോഗിയായി തീരും. ഇനി അങ്ങോട്ട് നിരന്തര യോഗിയാണ് ആകേണ്ടത്, യുദ്ധം ചെയ്യുന്ന യോദ്ധാവല്ല. സ്ലോഗൻ: ഡബിൾ ലൈറ്റ് ആയിരിക്കണമെങ്കിൽ തന്റെ എല്ലാ ഉത്തരവാദിത്വങ്ങളുടെയും ഭാരം ബാബയ്ക്ക് നൽകണം. ഓം ശാന്തി.